നമസ്കാരം. സർക്കാർ ജീവനക്കാർക്ക് വായ്പയെടുക്കുന്നതിനായി സാലറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന DDOയും അത് വാങ്ങുന്ന ജീവനക്കാരും അറിഞ്ഞിരിക്കേണ്ട സംഗതികളെപ്പറ്റി വിശദമാക്കുന്ന ഒരു വീഡിയോ വർക്കിംഗ് ക്ലാസ് മുൻപ് ചെയ്തിരുന്നതാണ്. 2021 പുറപ്പെടുവിച്ച ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വീഡിയോ ചെയ്തത്. എങ്കിലും ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കുറേ അധികം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് 2023 2025 ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ 2 ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ആ മാറ്റങ്ങളെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണമെന്നുള്ളതിനാലാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ വർക്കിംഗ് ക്ലാസ് ചെയ്യുന്നത്. വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഉത്തരവിൽ പ്രധാനമായും പറഞ്ഞിരുന്ന ഒന്നാണ്, ഒരു ജീവനക്കാരൻ്റെ റിക്കവറി ഇനത്തിൽ അയാളുടെ ശമ്പളത്തിൻ്റെ 1/3 ഭാഗം മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ എന്ന്. ഉദാഹരണമായിട്ട് ഇപ്പോൾ 45,000 രൂപ മാസശമ്പളം വാങ്ങുന്ന ഒരു ജീവനക്കാരൻ അയാളുടെ റിക്കവറി സ്റ്റാർട്ട് ചെയ്യുകയാണ്. പക്ഷേ അയാളുടെ ശമ്പളത്തിൽ നിന്നും ആ 45,000-ൻ്റെ 1/3 15,000 രൂപയിൽ താഴ്ന്ന തുക മാത്രമേ റിക്കവറി ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് ആ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. അയാൾ ആഗ്രഹിക്കുകയാണ്, എനിക്ക് മാസം ഒരു 20,000 രൂപ വീതം അടച്ച് ഈ ലോൺ എത്രയും പെട്ടെന്നൊന്ന് ക്ലോസ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ പോലും അന്ന് DDOയ്ക്ക് അത് സാധിക്കുമായിരുന്നില്ല. കാരണം DDOയ്ക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 താഴ്ന്ന തുക മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ എന്നാണ്. എന്നാൽ ഈ പുതിയ ഉത്തരവിൽ അതിന് മാറ്റം വരുത്തിയിട്ടുണ്ട്. ജീവനക്കാരൻ സമ്മതപത്രം നൽകുകയാണെങ്കിൽ 1/3 കൂടിയ തുകയും ഈടാക്കാനുള്ള പെർമിഷൻ DDOയ്ക്ക് നൽകിയിരിക്കുകയാണ് ഈ പുതിയ ഉത്തരവ്. അപ്പോൾ ജീവനക്കാരൻ്റെ സമ്മതപത്രത്തോടുകൂടി 1/3 കൂടിയ തുകയും വേണമെങ്കിൽ റിക്കവർ ചെയ്യാൻ കഴിയും എന്നാണ് പുതിയ ഉത്തരവ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ഓൾറെഡി ഒരു ജീവനക്കാരന് ശമ്പള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ EMI അടഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. അയാൾ വീണ്ടും ഒരു ശമ്പള സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചാൽ ഒരു കാര്യം DDO പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പുതുതായി എടുക്കാൻ പോകുന്ന ലോണിൻ്റെ പ്രതിമാസ EMI എന്ന് പറയുന്നത് ഒരു കാരണവശാലും അയാളുടെ നെറ്റ് സാലറിയിലും കൂടുതലാകാൻ പാടില്ല. ഒരാൾക്ക് നെറ്റ് സാലറിയായി 15,000 രൂപയാണ് ലഭിക്കുന്നതെന്നിരിക്കട്ടെ. എന്നാൽ അയാൾ പുതുതായി എടുക്കാൻ പോകുന്ന ലോണിൻ്റെ EMI 16,000 രൂപയാവുകയാണെങ്കിൽ, അതായത് നെറ്റ് സാലറിയിലും അധികരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു കാരണവശാലും സാലറി സർട്ടിഫിക്കറ്റ് നൽകാൻ പാടില്ല. അതുപോലെ തന്നെ ബാധ്യതാരഹിത സർട്ടിഫിക്കറ്റും നൽകാൻ പാടില്ല എന്നാണ് ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം പറയുന്നത്, ഒരു ജീവനക്കാരന് നൽകിയ ശമ്പള സർട്ടിഫിക്കറ്റിൻ്റെ വിവരങ്ങൾ, ആ ശമ്പള സർട്ടിഫിക്കറ്റ് സ്വന്തം വായ്പയുടേതാകാം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ജാമ്യം നിന്നതാകാം, അങ്ങനെയുള്ള സാലറി സർട്ടിഫിക്കറ്റിൻ്റെ വിവരങ്ങളും അയാളിൽ നിന്നും ഈടാക്കുന്ന റിക്കവറി വിവരങ്ങളും ഈ കാണുന്ന അനക്ഷർ 1 രേഖപ്പെടുത്തി അത് അദ്ദേഹത്തിൻ്റെ സ്പാർക്കിൻ്റെ ഡേറ്റാബേസിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ അനക്ഷർ 1 ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതിൻ്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അനക്ഷർ 1 ഫില്ലപ്പ് ചെയ്യുകയും അത് സ്പാർക്കിൽ അപ്ലോഡ് ചെയ്യുകയും വേണമെന്നാണ് ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ റിക്കവറി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവനക്കാരൻ അയാൾ ട്രാൻസ്ഫർ ആയി പോയാൽ അയാൾക്ക് ഇഷ്യൂ ചെയ്യുന്ന LPCയിൽ ഈ സാലറി സർട്ടിഫിക്കറ്റിൻ്റെ റിക്കവറി വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട അനക്ഷർ 1 ഒരു കോപ്പി ഇദ്ദേഹം സ്ഥലം മാറി ചെല്ലുന്ന ഓഫീസിലെ DDOയ്ക്ക് അയച്ചു കൊടുക്കുകയും വേണം. അടുത്ത ഒരു നിർദ്ദേശം, അത് ജീവനക്കാർക്കിടയിൽ വ്യാപകമായ പ്രതിഷേധത്തിനിടയാക്കിയ ഒരു നിർദ്ദേശമാണ്. അത് മറ്റൊന്നുമല്ല, സാലറിയിൽ നിന്നും കോപ്പറേറ്റീവ് റിക്കവറിയായി പിടിക്കുന്ന തുക അതിൻ്റെ 2% ജീവനക്കാരിൽ നിന്നും ഈടാക്കി സർക്കാരിൻ്റെ റവന്യൂ ഹെഡിലേക്ക് അടയ്ക്കണം. ആ ഹെഡ് ഇതാണ് 0075008085. ഇപ്പോൾ ഒരാൾ 15,000 രൂപ റിക്കവറിക്ക് നോട്ടീസ് വന്നിരിക്കുകയാണ്. അയാളുടെ ശമ്പളത്തിൽ നിന്നും 15,000 രൂപ റിക്കവർ ചെയ്യാൻ DDO ബാധ്യസ്ഥനാണ്. അത് 15,000 മാത്രം പോരാ, അതിൻ്റെ 2% കൂടി, അതായത് 300 രൂപ കൂടി ഈ ജീവനക്കാരിൽ നിന്നും ഈടാക്കി അടയ്ക്കണം. അത് ആ ധനകാര്യ സ്ഥാപനത്തിനല്ല ചെല്ലുന്നത്, അത് സർക്കാരിൻ്റെ ഹെഡിലേക്കാണ് പോകുന്നത്. അതായത് ഒരു സർവീസ് ചാർജ് 2%. ഇപ്പോൾ 15,000-ൻ്റെ റിക്കവറി ആണെങ്കിൽ 15,300, 10,000-ൻ്റെ ആണെങ്കിൽ 10,200. ആ രീതിയിൽ 2% സർവീസ് ചാർജായി ഈടാക്കണമെന്നാണ് പുതിയൊരു നിർദ്ദേശം വന്നിരിക്കുന്നത്. അപ്പോൾ ജീവനക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും നമ്മുടെ വായ്പ RRലേക്ക് ചെന്നെത്തരുത്. ചെന്നെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നും അധികമായി തുക പോകുമെന്ന് മനസ്സിലാക്കുക.
സാലറി സർട്ടിഫിക്കറ്റിന് നേരത്തെ ഒരു കാലാവധി കൃത്യമായി പറഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അത് 3 മാസമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. ഈ 3 മാസത്തിനകം കൺഫർമേഷൻ ലഭിച്ചില്ല എങ്കിൽ ആ സാലറി സർട്ടിഫിക്കറ്റ് ഇൻവാലിഡ് ആയിട്ട് മാറും. 3 മാസം കഴിഞ്ഞ സാലറി സർട്ടിഫിക്കറ്റിന്റെ ഈടിന്മേൽ ഒരു ധനകാര്യ സ്ഥാപനം വായ്പ നൽകിയാൽ അതിന്റെ ഉത്തരവാദിത്വം ആ ധനകാര്യ സ്ഥാപനത്തിന് തന്നെയായിരിക്കും, DDOയ്ക്കല്ല. അപ്പോൾ കാര്യം ഇതേ ഉള്ളൂ, ഒരു സാലറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ 3 മാസത്തിനകം തന്നെ അതിന്റെ കൺഫർമേഷൻ DDOയിൽ നിന്നും വാങ്ങിയിരിക്കണം, അല്ലെങ്കിൽ അത് അസാധുവായി പരിഗണിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, തുടർച്ചയായി 3 മാസം വായ്പാ തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ 4ാമത്തെ മാസം തന്നെ ആ ധനകാര്യ സ്ഥാപനം എന്ത് ചെയ്യണം? വായ്പക്കാരനും ജാമ്യക്കാരനും DDOയ്ക്കും റിക്കവറി നോട്ടീസ് അയക്കണം. DDO തൊട്ടടുത്ത മാസം മുതൽ തന്നെ എന്ത് ചെയ്യണം? റിക്കവറി ആരംഭിക്കുകയും ചെയ്യണം. ഇപ്പോൾ മുഖ്യ കടക്കാരനും അതുപോലെ തന്നെ ജാമ്യക്കാരനും രണ്ടുപേരും സർക്കാർ ജീവനക്കാരാണെങ്കിൽ ഈ പറഞ്ഞ നിബന്ധനകൾക്കെല്ലാം അനുസൃതമായി പ്രതിമാസ റിക്കവറി തുക പൂർണ്ണമായും മുഖ്യ കടക്കാരനിൽ നിന്ന് തന്നെ ഈടാക്കാൻ കഴിയുമോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. നിബന്ധനകൾക്കനുസൃതമായി EMI പൂർണ്ണമായും അയാളിൽ നിന്നും ഈടാക്കാൻ കഴിയില്ലെന്ന് ധനകാര്യ സ്ഥാപനത്തിന് ബോധ്യപ്പെടുന്ന പക്ഷം മാത്രം റിക്കവറി ചെയ്യാൻ കഴിയുന്ന ആകെ തുക അല്ലെങ്കിൽ റിക്കവറി തുകയുടെ 50% ഏതാണോ കൂടുതൽ അത് മുഖ്യ കടക്കാരിൽ നിന്നും ബാക്കി തുക ജാമ്യക്കാരിൽ നിന്നും ഈടാക്കേണ്ടതാണ്. ഉദാഹരണമായിട്ട് ഒരാളുടെ റിക്കവറി 20,000 രൂപയാണെന്ന് വയ്ക്കുക. പ്രിൻസിപ്പൽ ഡെറ്റർക്ക് 20,000 രൂപയാണ് അടയ്ക്കേണ്ടത് മുഖ്യ കടക്കാരൻ. എന്നാൽ അയാൾക്ക് ഈ പറഞ്ഞ നിബന്ധനകൾ പ്രകാരം 20,000 രൂപ അയാളുടെ ശമ്പളത്തിൽ നിന്നും പിടിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ 20,000ന്റെ 50%, അതായത് 10,000 രൂപ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ നെറ്റ് സാലറിയുടെ 1/3 ഏതാണോ കൂടുതൽ അത് ഈ പ്രിൻസിപ്പൽ ഡെറ്ററിൽ നിന്നും അല്ലെങ്കിൽ മുഖ്യ കടക്കാരിൽ നിന്നും പിടിക്കണം. ബാക്കി 10,000 രൂപ മാത്രമേ ജാമ്യക്കാരിൽ നിന്നും ഈടാക്കാൻ പാടുള്ളൂ. അല്ലാതെ എല്ലാ തുകയും കൊണ്ടുപോയി ജാമ്യക്കാരൻ അടയ്ക്കണം എന്നൊരു നിയമമൊന്നും വെക്കാൻ പാടില്ല. മുഖ്യ കടക്കാരനും ജാമ്യക്കാരനും സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ ഈ രീതിയിലാണ് റിക്കവറി തുക ഈടാക്കേണ്ടത്. അപ്പോഴും ഒരു കാര്യത്തിലുള്ള വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. അതായത് ഇപ്പോൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നത് സർക്കാർ ജീവനക്കാരനല്ലാത്ത ഒരാൾ ഒരു ലോൺ എടുക്കും അല്ലെങ്കിൽ ഒരു ചിട്ടി പിടിക്കും. അതിനുശേഷം ഏതെങ്കിലും ഒരു സർക്കാർ ജീവനക്കാരനെ ആയിരിക്കും ജാമ്യക്കാരനായിട്ട് കിട്ടുക, 1-2 പേരെ. ഈ ചിട്ടി പിടിച്ചയാൾ ചിട്ടി പിടിച്ചം കൊണ്ടുപോകും. അയാൾ പൈസ അടച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ ജാമ്യം നിൽക്കുന്ന സർക്കാർ ജീവനക്കാരനാണ് ഇതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം വരുന്നത്. പ്രധാന കടക്കാരൻ അതിൽ നിന്ന് രക്ഷപ്പെടുകയും സാലറി ഈടാക്കാൻ കഴിയുന്ന സർക്കാർ ജീവനക്കാരന്റെ ശമ്പളത്തിൽ നിന്നും ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിനൊരു മാറ്റം ഇതുവരെയും വന്നിട്ടില്ല. മുഖ്യ കടക്കാരൻ സർക്കാർ ജീവനക്കാരനല്ലെങ്കിലും അയാളിൽ നിന്നും ഈടാക്കാൻ കഴിയാത്ത തുക മാത്രമേ സർക്കാർ ജീവനക്കാരിൽ നിന്നും ഈടാക്കാവൂ എന്നൊരു നിയമം വരേണ്ടതാണ്. ഇപ്പോഴും ജാമ്യം നിന്ന സർക്കാർ ജീവനക്കാരൻ മറ്റേയാൾക്ക് വേണ്ടി അയാളുടെ ശമ്പളത്തിൽ നിന്നും റിക്കവറി തുക അടച്ചുകൊണ്ടേയിരിക്കുകയാണ്. അടുത്തത് ഈ വായ്പ നൽകുന്ന ധനകാര്യ സ്ഥാപനം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇപ്പോൾ ലോൺ തിരിച്ചടവ് മുടക്കം വന്ന് 6 മാസത്തിനകം തന്നെ ലോൺ നൽകിയ സ്ഥാപനം ഈ നടപടിക്രമങ്ങൾ പാലിച്ച് തുക ഈടാക്കാനുള്ള പ്രവൃത്തിയിൽ വീഴ്ച വരുത്തിയെങ്കിൽ കുടിശ്ശിക വന്ന മാസം മുതൽ DDOയെ ഇക്കാര്യം അറിയിക്കുന്നതുവരെയുള്ള പീരീഡ്, ആ പീരീഡിലെ വായ്പക്കാരൻ്റെ അല്ലെങ്കിൽ ജാമ്യക്കാരൻ്റെ ആകെ ശമ്പളത്തിൻ്റെ 5% ഫൈനായിട്ട് റിക്കവറി തുകയുടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്നും ഈടാക്കി നേരത്തെ പറഞ്ഞ ആ റവന്യൂ ഹെഡിലേക്ക് DDO തന്നെ അടയ്ക്കേണ്ടതാണ്. ഈ തുക ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ വഹിക്കണം. അല്ലാതെ ആ തുക ഈ ജാമ്യക്കാരൻ്റെ അല്ലെങ്കിൽ വായ്പക്കാരൻ്റെ ശമ്പളത്തിൽ നിന്നും പിടിച്ചതായിട്ടുള്ള കണക്കിലല്ല വരേണ്ടത്. ഈ റിക്കവറി തുകയിൽ നിന്നും പിടിച്ചാണ് അടയ്ക്കുന്നത്. അതിൻ്റെ നഷ്ടം ധനകാര്യ സ്ഥാപനത്തിനാണ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നോക്കുക, ഒരു റിക്കവറി തുക 20,000 രൂപയാണെന്ന് വയ്ക്കുക. 6 മാസം കഴിഞ്ഞിട്ടും ഈ ധനകാര്യ സ്ഥാപനം DDOയെ ഇത് അറിയിക്കുന്നില്ല. ആ ജീവനക്കാരൻ്റെ സാലറി ഒരു 60,000 രൂപയാണ്. ഈ 60,000ന്റെ 5% എന്ന് പറയുന്നത് 3,000 രൂപയാണ്. അപ്പോൾ ഈ 3,000 രൂപ ഈ സ്ഥാപനത്തിനാണ് നഷ്ടമാകുന്നത്. ഇദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്നും 20,000 രൂപ പിടിക്കുകയും അതിൽ നിന്നും ഒരു 3,000 രൂപ എന്ത് ചെയ്യും? സർക്കാരിലേക്ക് പോവുകയും ചെയ്യും. ധനകാര്യ സ്ഥാപനത്തിന് ഒരു 3,000 രൂപയുടെ നഷ്ടം അവിടെ വരും. അപ്പോൾ മറ്റൊരു കാര്യം പറയുന്നത്, ഈ സർക്കാർ പറഞ്ഞിരിക്കുന്ന ഈ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റിക്കവറി ആവശ്യം വേണമെങ്കിൽ DDOയ്ക്ക് നിരസിക്കാനും കഴിയും. ഈ പറഞ്ഞ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെ ഒരു ധനകാര്യ സ്ഥാപനം ഒരു സുപ്രഭാതത്തിൽ DDOയ്ക്ക് ഒരു റിക്കവറി നോട്ടീസ് അയക്കുകയാണ്, ഈ തുക പിടിച്ചു തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DDO ഈ മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഇതുപോലെയല്ല ധനകാര്യ സ്ഥാപനം ചെയ്തിരിക്കുന്നതെങ്കിൽ DDOയ്ക്ക് ആ റിക്കവറി ആവശ്യം നിരസിക്കാനുള്ള അവകാശമാണ് ഈ ഉത്തരവിലൂടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ DDO അറിയും? DDO ഇതെല്ലാം അറിയുന്നത് ഈ ധനകാര്യ സ്ഥാപനം നൽകുന്ന സാലറി സർട്ടിഫിക്കറ്റ് ഫോമിൽ നിന്നാണ്. ആ ഫോമിലാണല്ലോ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ധനകാര്യ സ്ഥാപനം എന്ത് ചെയ്യണം?
ഈ സാലറി സർട്ടിഫിക്കറ്റിൻ്റെ ഫോമിൽ കാലാകാലങ്ങളിൽ സർക്കാർ പുറപ്പെടുവിക്കുന്ന ഇത്തരം നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. ഇപ്പോൾ ജീവനക്കാരൻ DDO അടുത്ത് ഒരു ലോൺ എടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ സാലറി സർട്ടിഫിക്കറ്റോട് വരികയാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത് DDO ആണ്, പക്ഷേ അതിൻ്റെ ഫോം കൊടുത്തുവിടുന്നത് ആ ധനകാര്യ സ്ഥാപനമായിരിക്കും. പക്ഷേ ആ ധനകാര്യ സ്ഥാപനം എന്ത് ചെയ്യണം? ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഈ ഫോമിൽ ഉൾപ്പെടുത്തിയിരിക്കണം. DDO എന്ത് ചെയ്യണം? ഈ സാലറി സർട്ടിഫിക്കറ്റ് ഫോമിൽ ഇതെല്ലാം ഉണ്ടോ എന്ന് നോക്കുക. അതെല്ലാം വായിച്ചു നോക്കിയതിന് ശേഷമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം, ഈ ലോൺ എടുത്തതിന് ശേഷം റിക്കവറിയൊക്കെ ആരംഭിച്ചു. അപ്പോഴാണ് ഒരു ഉദ്യോഗസ്ഥൻ വിചാരിക്കുന്നത് എനിക്കൊരു 5 വർഷത്തേക്ക് ലീവ് എടുത്ത് വിദേശത്ത് പോകണം. അദ്ദേഹത്തിന് പല ലീവുകൾ കിട്ടും. KSR പാർട്ട് 1 അപ്പൻഡിക്സ് 12A, 12B, 12C ഇങ്ങനെയുള്ള അവധികളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു അവധിയുമായിട്ട് ഇദ്ദേഹം DDOയുടെ അടുത്ത് വരികയാണ്. DDO നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് റിക്കവറി ഉണ്ട്. ആ റിക്കവറി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇയാൾക്ക് ശമ്പളമില്ലാത്ത അവധിയാണ് എടുക്കാൻ പോകുന്നത്. റിക്കവറി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ശമ്പളമില്ലാത്ത അവധി എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ DDO എന്ത് ചെയ്യണം? ഇദ്ദേഹത്തിൻ്റെ റിക്കവറി തുക പൂർണ്ണമായും അടച്ചതിന് ശേഷം മാത്രമേ ഇദ്ദേഹത്തിൻ്റെ അവധിക്കുള്ള അപേക്ഷ സ്വീകരിക്കാവൂ. കഴിഞ്ഞ വീഡിയോയുടെ ചുവടെ ചില കമൻറ്റുകളിൽ ഇങ്ങനെ ഒരു സംശയം ചോദിച്ചു, ഈ കോൺട്രാക്ട് എംപ്ലോയീസിന് സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുമോ എന്ന്. സാലറി സർട്ടിഫിക്കറ്റ് കോൺട്രാക്ട് എംപ്ലോയീസിന് കൊടുക്കാൻ പാടില്ല. എന്നാൽ അവർക്ക് എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് നൽകാം. നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് എന്നുള്ള എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ആ സർട്ടിഫിക്കറ്റിൽ എന്തൊക്കെ ഉണ്ടാകണം? ആ ജീവനക്കാരൻ്റെ തസ്തിക ഉണ്ടാകണം, അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ജോയിനിങ് ഉണ്ടാകണം, എത്ര വർഷത്തേക്കാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത് എന്നിവ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ യാതൊരുവിധ ബാധ്യതാ തുകയും അയാളുടെ ശമ്പളത്തിൽ നിന്നും ഈടാക്കി നൽകാൻ കഴിയില്ല എന്നുകൂടി ആ സർട്ടിഫിക്കറ്റിൽ DDO രേഖപ്പെടുത്തിയിരിക്കണം. ഒരു സാലറി സർട്ടിഫിക്കറ്റ് ധനകാര്യ സ്ഥാപനത്തിൽ ലഭിച്ചു എന്നിരിക്കട്ടെ. അതിനുശേഷം ഈ മാതൃകയിലുള്ള ഒരു കൺഫർമേഷൻ ഫോം ആ ജീവനക്കാരൻ്റെ DDOയ്ക്ക് ഈ ധനകാര്യ സ്ഥാപനം അയച്ചിരിക്കണം. ഇതിൻ്റെ എല്ലാ മാതൃക ഉൾക്കൊള്ളുന്ന ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഉണ്ട്. അതിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഈ മാതൃകയിൽ അവ തയ്യാറാക്കി എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായി പാലിച്ചു മാത്രം DDOമാരും ധനകാര്യ സ്ഥാപനങ്ങളും ജീവനക്കാരനും വായ്പയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ശ്രമിക്കണമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പരമാവധി ആൾക്കാർ ഈ വിവരങ്ങൾ അറിയട്ടെ. ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഇനിയും വർക്കിംഗ് ക്ലാസ്സിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.